Hello, good morning, all of you. Good morning. Morning. Good morning. Morning. Good morning. Good morning, Good madam. morning. Good morning. Let's wait for 2 minutes because students are still joining. Yes. So, good morning once again. Now let's start. Again, നമ്മളൊരു 2 minutes കൊടുത്തിരുന്നു. അപ്പൊ എല്ലാവരും join ചെയ്ത് കഴിയുന്നു തോന്നുന്നത് അല്ലേ? So, first of all, good morning and welcome to Smart Street Edu Consultancy. Welcome. Thank you പറയോ? Thank you. Thank you, madam. Thank you, madam. Thank you, Thank you, ma'am. madam. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അതില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങിക്കും. നിങ്ങളുടെ ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ വേറെ ഒരു കാര്യം ഇവിടെ നടക്കും. അപ്പൊ അതുകൊണ്ട് ആ കിട്ടുന്ന സമയത്ത് സൗണ്ട് ഓണാക്കി വെക്കുമ്പോ നമുക്കൊന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി മ്യൂട്ട് ചെയ്യോ? ഞാൻ പറയാം. ഓക്കെ, യെസ്. So, very
Glad to meet you all. And you have joined to learn a new course, hospital administration. Right? ശരിയല്ലേ? അത് പഠിക്കാനാണ് നമ്മൾ join ചെയ്തിരിക്കുന്നത്. So before starting our classes, let me introduce myself. I am Nisha, a faculty of Smart Sri Edu Consultancy. And നമ്മളെ കുറിച്ച് പറയാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, സ്മാർട്ട് ശ്രീയില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ച് കേട്ട് അറിഞ്ഞ് സ്മാർട്ട് ശ്രീയില് ജോയിൻ ചെയ്യാനായിട്ട് വളരെയധികം ആഗ്രഹിച്ചൊക്കെ രജിസ്റ്റർ ചെയ്ത് നമ്മളിപ്പോ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ വാതിൽക്കൽ വരെ എത്തി അല്ലേ? അങ്ങനെയല്ലേ? കുറച്ച് ആളുകളോടൊക്കെ ചിലപ്പോ സ്മാർട്ട് ശ്രീ എഡു കൺസൾട്ടൻസിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ ഒക്കെ ഒത്തിരി ആളുകളിൽ നിന്നൊക്കെ എന്താ പറയാ, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മൊബൈലിൽ വല്ല ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നപ്പോ ഷെയർ ചെയ്ത് വന്നപ്പോ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായതൊക്കെ ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് ഇത് പഠിച്ചവർ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചൊക്കെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ആ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്ത് ആഫ്റ്റർ ഓൾ ഇപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലേക്ക് വരെ എത്തി അല്ലെ? And you have joined to learn hospital administration. So we have to understand what is hospital administration as a course. ഒരു കോഴ്സ് എന്ന നിലയിൽ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്നും എന്തൊക്കെയാണ് ആ കോഴ്സിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതെന്നും എന്താണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ബൈ ലേണിംഗ് ദിസ് കോഴ്സ്. ഈ ഒരു കോഴ്സ് ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് ആണ്. ഈ കോഴ്സ് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ഓക്കെ, സോ നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒന്ന് ഓൾ മ്യൂട്ട് ചെയ്യാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. താങ്ക്സ്, ഒന്ന് നിങ്ങളുടെ സൗണ്ട് കൊണ്ടൊന്ന് കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓൾ മ്യൂട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ട് അത്ര ഉദ്ദേശമുള്ളൂ. അതായത് ഇൻ ബിറ്റ്വീനിലൊക്കെ ചിലപ്പോ കുറച്ച് വൈകി കയറുന്നവരൊക്കെ ഉണ്ടാവുകയെ, അപ്പൊ അത് സൗണ്ട് ഓൺ ആക്കിയിട്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് മ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ജോയിൻ ചെയ്താലേ നമുക്ക് ക്യാമറയും അതുപോലെ തന്നെ ഓഡിയോ ഒക്കെ മ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ബിറ്റ്വീനിൽ ചിലപ്പോ 2 or 3 seconds ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. ദാറ്റ് മീൻസ് എക്കോ ഫീലിംഗ് ഒക്കെ വരും. കാരണം ആള് ജോയിൻ ചെയ്യുമ്പോൾ ആളുടെ സൗണ്ട് ഓൺ ആകും. ഓൺ ആക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ സൗണ്ട് ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പറയുന്നതൊക്കെ എന്തൊക്കെയോ പോലെ ആയിരിക്കും നിങ്ങൾ കേൾക്കാം. ആൻഡ് മാത്രമല്ല, നിങ്ങളെക്കാൾ കൂടുതൽ ലൈവിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ക്ലാസ്സസ് നമ്മൾ റെക്കോർഡ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേ ഇത് അപ്ലോഡ് ചെയ്ത് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മളിത് എന്താ പറയാ, നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് അപ്ലോഡ് ചെയ്യും, അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. സോ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓൾ മ്യൂട്ടിന്റെ ഉദ്ദേശം, അല്ലാണ്ട് വേറൊരു ഉദ്ദേശമില്ല. സിമിലർലി ക്ലാസ്സസ് എടുക്കുമ്പോഴും അത് ഇപ്പൊ തന്നെ പറഞ്ഞു വെച്ചേക്കാം, ക്ലാസ്സസ് എടുക്കുമ്പോഴും ടീച്ചേഴ്സ് ഓൾ മ്യൂട്ട് കൊടുത്തിട്ടായിരിക്കും ക്ലാസ് എടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ ലൈക്ക് ദിസ് ഇസ് ദ വേ. ഇത് തന്നെയാണ് നിങ്ങൾ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്നു. നിങ്ങളുടെ ടൈമിംഗ് എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുന്നു, ടീച്ചർ വരുന്നു, ക്ലാസ് എടുക്കുന്നു, ഓൾ മ്യൂട്ട് കൊടുത്ത് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലാസ് എടുക്കും. ആ ക്ലാസ് എടുക്കുമ്പോൾ ഓൾ മ്യൂട്ട് കൊടുക്കും. പക്ഷെ ക്ലാസ് അപ്പൊ നിങ്ങൾക്ക് വീണ്ടും സംശയം വരും, ഈ ക്ലാസ് എടുക്കുമ്പോ ഈ ഓൾ മ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇഫ് വി ഹാവ് എനി ഡൗട്ട് അല്ലെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെ ക്ലിയർ ചെയ്യും. 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് അപ്പൊ തന്നെ അവിടെ കമന്റ് എന്താ പറയാ ഒരു മെസ്സേജ് ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ട് അപ്പൊ തന്നെ അവിടെ സ്ക്രീനിൽ അത് വിസിബിൾ ആകും. അപ്പൊ അവര് കണ്ടിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് ഇന്നത് ടീച്ചർ അതൊന്നുകൂടി പറയുമോ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഫസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, ഇതിന് ആസ്ക്. അത് നിങ്ങൾ അങ്ങനെ ചോദിക്കാം. അതല്ല എങ്കിൽ ലാസ്റ്റ് 5 or 10 minutes ലാസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അപ്പൊ ടീച്ചേഴ്സിന് ലാസ്റ്റ് 5 or 10 minutes ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ആ എടുത്ത പോർഷനിൽ ആ ഒരു എടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആ 5 minutes. അപ്പൊ നമ്മള് ഈ ഓൾ മ്യൂട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യും, നമ്മള് ടീച്ചേഴ്സ് അവർക്ക് ആ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരും. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ്. അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനിൽ ഡിസ്റ്റർബൻസ് വരും, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ മ്യൂട്ട് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അത് ഇതിപ്പോ ഞാനിപ്പോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്, ഇൻട്രൊഡക്ഷൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ പറയുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ പോകുക. ഓക്കെ, അപ്പൊ നിങ്ങള് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടൊക്കെ ചിലപ്പോ ഈ ഒരു കോഴ്സ് ഇങ്ങനെ നിങ്ങളുടെ മൊബൈലില് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നപ്പോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ സംശയം ഉണ്ടായിരുന്നു. ചിലപ്പോ നിങ്ങൾ ചോദിക്കും,
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, വാട്ട് ഈസ് ഇറ്റ്, എന്താണത്, ആ കോഴ്സ് എന്താണ്, വാട്ട് ഈസ് ഇറ്റ് റിലേറ്റഡ് ടു, എന്തിനെ സംബന്ധിച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ലേറ്റ് ആയി വന്നവർക്ക് once again ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു സ്മാർട്ട് ശ്രീ എഡ്യു കൺസൾട്ടൻസി. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഹാപ്പി ആണോ എല്ലാവരും? ഒരു റിയാക്ഷൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാനുള്ള അവിടെ ഇങ്ങനത്തെ ഒരു സാധനം അവിടെ ഉണ്ട്, ഒരു ബോക്സ്, റിയാക്ഷൻസ് ക്യാൻ ബി മെയ്ഡ്. അങ്ങനെ ഏതെങ്കിലും റിയാക്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാട്ടോ. ഒരു കപ്പോ ഒരു ഹാർട്ടോ എന്ത് കിട്ടിയാലും നമുക്ക് സന്തോഷം. ഓക്കെ, നേരത്തെ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ തിരിച്ച് താങ്ക്സ് പറഞ്ഞതുപോലെ. ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, വെൽ ഡൺ. Okay, so what is hospital administration? How this course became such a popular course and one of the highly demanded course. എന്തുകൊണ്ട്, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഇത്ര ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ട് മാറിയത്? Let's see what is the reason behind it. എന്താണ് അതിന്റെ കാരണം നമുക്ക് നോക്കാം. First of all, we have to say what is hospital administration. Hospital administration, from the word we can see that അതൊരു ആ വേർഡ് നോക്കിയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം ആതുര ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന സ്ഥലം. അഡ്മിനിസ്ട്രേഷൻ മീൻസ് ടു മാനേജ്, അല്ലെ? മാനേജ് ചെയ്യുക. അപ്പൊ ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുക. ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോ പറയേണ്ട കാര്യം ഇതാണ്, ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം, ഇപ്പൊ എന്താ പറയാ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഒരു ഫാർമസി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്, നമുക്ക് സിലബസിലുള്ളതാണ്. അപ്പൊ എന്താ പറയാ, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ ICU, എമർജൻസി, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഓരോ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്, കാർഡിയോളജി, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഓർത്തോളജി, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഡിപ്പെൻസ് അപ്പോൺ ദ സൈസ്. അപ്പൊ ഹോസ്പിറ്റൽസിന്റെ ഓരോ പ്രത്യേകത അനുസരിച്ച് എന്താണ് ഇതുപോലെ പല ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ഉള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. കോമൺ ആയിട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ക്യാൻറ്റീൻ, ലൈക്ക് ക്യാൻറ്റീൻ, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ഇതൊക്കെ കോമൺ ആണ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വേറെ ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ആസ് എ ഹോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. സോ ബീങ് അല്ലെങ്കിൽ ആഫ്റ്റർ കംപ്ലീറ്റ് യുവർ കോഴ്സ്, നിങ്ങളുടെ ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ, ഇപ്പൊ ഞാൻ ഒരു ടീച്ചറാണ്, എനിക്ക് ടീച്ചർ ആയതുകൊണ്ട് ഞാൻ എന്താണോ പഠിപ്പിക്കുന്നത് ആ സാധനം പഠിപ്പിച്ചാൽ മതി, അല്ലെ? ആ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഞാൻ എടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്റെ സിലബസ്, ആ ഒരു കാര്യങ്ങൾ മാത്രം ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെ? പക്ഷെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ്, ലൈക്ക് ഇപ്പൊ ഹോസ്പിറ്റലിലാവുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മറ്റു പല ബിസിനസ്സിലെ ഒക്കെ മാനേജ് ചെയ്യാനാണെങ്കിൽ അവിടുത്തെ എന്താ പറയാ പല ഡിപ്പാർട്ട്മെന്റുകൾ, HR മാനേജ്മെന്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് മൊത്തത്തിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് മാനേജസ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. To make or to ensure that the operations have been completed. അതായത് ഏത് ഹോസ്പിറ്റൽസിലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ കൃത്യമായിട്ട് എന്താ പറയാ നടത്തപ്പെടുന്നുണ്ട്, എല്ലാം മാനേജബിൾ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതൊക്കെയാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ കാര്യങ്ങൾ നടക്കേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് അവിടെ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി നടക്കേണ്ടവരാണ് നമ്മൾ. ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങി അതിന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമല്ല, നമ്മളെല്ലാം മാനേജ് ചെയ്യേണ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ടു മാനേജ്, ടു സ്കെഡ്യൂൾ, കോർഡിനേറ്റ് ആൻഡ് ഓൾസോ ട്രാക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ്. ഹോസ്പിറ്റലിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക, അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡിറക്ട് ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ടു പ്രൊവൈഡ് ക്വാളിറ്റി മെഡിക്കൽ സർവീസസ്. ഹോസ്പിറ്റൽസിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക. ഇതൊക്കെ അന്വേഷിക്കേണ്ടവരാണ് നമ്മൾ. ഒരു ഹോസ്പിറ്റൽ നടത്തുമ്പോൾ കുറെ രോഗികൾ വരുന്നു, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, വിടുന്നു. അങ്ങനെയല്ല, അതിനേക്കാളുപരി വെദർ ദ ഹോസ്പിറ്റൽ ഈസ് പ്രൊവൈഡിങ് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ടു ഇറ്റ്സ് പേഷ്യൻസ്, അല്ലെ? ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിനെയൊക്കെ അവിടെ നല്ല രീതിയിലുള്ള ഗുണനിലവാരമുള്ള എന്താ പറയാ ശുശ്രൂഷ, ട്രീറ്റ്മെന്റ് അവരെ ട്രീറ്റ് ചെയ്തിട്ടാണ് വിടുന്നത് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തണം. എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെ?
നമ്മൾ എന്തെങ്കിലും അല്ലല്ലോ ചെയ്തു കൊടുക്കണ്ടേ, ഒരു ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കണ്ടേ. ദാറ്റ് മീൻസ് ദ പേഷ്യന്റ് ഹാവ് ടു ബി സാറ്റിസ്ഫൈഡ്. ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ വരണം. നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ഓക്കെ, നമ്മൾ പേ ചെയ്ത എമൗണ്ടിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടി, വി ആർ സാറ്റിസ്ഫൈഡ്, നമ്മൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ആ ഒരു ഫീലിംഗ് പേഷ്യൻസിന്റെ ഇടയിൽ വളർത്തിയെടുക്കും. അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ്, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഓക്കെ, സോ ഹൗ ഇറ്റ് ബിക്കേം. ഇനി എന്റെ അടുത്ത ചോദ്യം ഇതാണ്. അപ്പൊ നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് കണ്ടു. ഇനി നമുക്ക് നോക്കാം, why this course becomes such a popular or demandable course. എന്തുകൊണ്ട് ഈ ഒരു കോഴ്സ് ഇത്രയും ഒരു പോപ്പുലർ ആയിട്ടുള്ള, ഒരു ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ട് മാറി? The reason is that, എന്താണ് അതിന് കാരണം? Because due to the increased population of our country. നമുക്കറിയാം one of the most എന്താ പറയാ പോപ്പുലസ് കൺട്രി എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യ എന്ന്, അല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു സ്ഥലമാണ്. നമുക്കറിയാം ജനസംഖ്യ കൂടുന്നതനുസരിച്ച് എന്തും കൂടും, ജനങ്ങളുടെ എണ്ണം കൂടുമ്പോ ഒബ്വിയസ്ലി വി നോ ദാറ്റ് എന്താണ്, ഡിസീസസ് ഓൾസോ വിൽ ഇൻക്രീസ്, അല്ലെ? പല പല തരത്തിലുള്ള രോഗങ്ങള് എന്താ എവിടെയെങ്കിലും തുറന്ന എന്ത് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ അതോ ഇതൊക്കെ നമുക്ക് തുറന്നാൽ കണ്ടത് ഇന്ന അസുഖങ്ങൾ കൊണ്ട് ഓരോ ആളുകള് കഷ്ടപ്പെടുന്നത്, കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ ഒത്തിരി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അസുഖങ്ങളാണ്. പണ്ടൊക്കെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസുഖമൊക്കെ വല്ലപ്പോഴും വരുന്ന പനി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിലോ വരുന്നത് മനുഷ്യന്മാരെ എന്താ പറയാ ഫുള്ളായിട്ട് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള അസുഖങ്ങളാണ്. സോ ഡ്യൂ ടു ദിസ് ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ഹോസ്പിറ്റൽസിന്റെ ഡിമാൻഡ് കൂടി തുടങ്ങി. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ. തീർച്ചയായിട്ടും ഒരു വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള ഒരു രാജ്യം തന്നെയാണ്. ഇത്രയും ജനസംഖ്യ വർധനവും അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ രോഗങ്ങളുടെ ആധിക്യവും, അല്ലെ, രോഗങ്ങൾ അധികമായിട്ട് പെരുകുന്നത് കൊണ്ടുമൊക്കെ ദ ഡിമാൻഡ് ഫോർ ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ ഇൻക്രീസ്ഡ്. അപ്പൊ എന്ത് പറ്റി? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിനും ഇത്രയും വലിയ ഡിമാൻഡ് വന്നു തുടങ്ങി. എന്ന് വെച്ചാൽ മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസിനെ അപേക്ഷിച്ച് മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ എപ്പോഴെങ്കിലും താറുമാറാകാം, തകർന്നു പോകാം. പക്ഷെ ഹോസ്പിറ്റൽസ് ഇനി എന്നും എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ടാ ഈ ഹോസ്പിറ്റൽ പോലെയുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ഇൻക്ലൂഡിങ് അസ്, നിങ്ങളെ പോലെയുള്ളവരും എന്താ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? കാരണം എന്താ, ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയാൽ എന്നും അവിടെ നിൽക്കാം. നമ്മൾ ഓക്കെ ആണെങ്കിൽ, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസുമായിട്ട് നമ്മൾ എന്താ പറയാ പൊരുത്തപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നിനുമില്ല, ബാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ചു പോകുന്നു, അല്ലെങ്കിൽ പറഞ്ഞിടുമല്ലോ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു ലൈഫ് കരിയർ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഹോസ്പിറ്റൽസിൽ ജോലി ഉണ്ട്. അതുകൊണ്ടാണല്ലോ പണ്ടൊക്കെ ആളുകൾ ഈ +2 മീൻസ് പ്രീ ഡിഗ്രി ആയിരുന്നു പണ്ടൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒത്തിരി മാർക്കൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാം, അല്ലെ? മാർക്ക് കുറഞ്ഞവരൊക്കെ അന്ന് എടുത്തിരുന്നത് കൊമേഴ്സും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസും ഒക്കെയാണ് അന്ന് പണ്ടൊക്കെ. അപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെ എടുക്കുമ്പോ നമുക്കറിയാം അതിനാണ് ഒത്തിരി ഡിമാൻഡ് അന്ന്. എന്ന് വെച്ചാൽ ഡിമാൻഡ് എന്നല്ല, ഹോസ്പിറ്റൽസിൽ ജോലി കിട്ടുക. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് BSc നഴ്സിംഗിന് പോകാം, അല്ലെ? BSc ഒക്കെ എടുത്ത് നഴ്സിംഗിന് വേണ്ടി നമുക്ക് പോകാം എന്നുള്ളതൊക്കെ അന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, എല്ലാ ജോലികൾക്കും അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അതല്ല, ഇന്ന് ഒത്തിരി കാര്യങ്ങളിൽ ഇപ്പൊ നമ്മുടെ കൊമേഴ്സ് എടുത്തവർക്കും അതുപോലെ മറ്റുള്ളവർക്കും ഒക്കെ അവർക്ക് അവരുടേതായ ലൈഫ് കരിയർ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കോഴ്സുകൾ അവർ സെലക്ട് ചെയ്യുന്നു. കാരണം കുട്ടികൾക്ക് ഇന്ന് അറിയാം ഹൗ ടു ചൂസ് അവർ നെക്സ്റ്റ് സബ്ജക്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് വഴി നമ്മൾ എവിടെ തെരഞ്ഞെടുക്കേണ്ടതെന്ന് ഇന്ന് കുട്ടികൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെ? മാർഗങ്ങളുണ്ട്. അതിന്റെ ഒരു മാർഗം ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തത്. ഇതിന്റെ സാധ്യതകളെ മനസ്സിലാക്കി, റൈറ്റ് അല്ലെ? സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണോ ജോയിൻ ചെയ്തിരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും അതെ. അപ്പൊ സാധ്യതകൾ മനസ്സിലാക്കാൻ നമുക്ക് ഇന്ന് ഓപ്ഷൻസ് ഉണ്ട്. വി ഹാവ് സം ഡിവൈസസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സച്ച് എ കോഴ്സ്. ഇങ്ങനത്തെ കോഴ്സുകളുടെയൊക്കെ എന്താ പറയാ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇന്ന് ഡിവൈസ് ഉണ്ട്, കയ്യില് ഫോൺ ഉണ്ട്, നമുക്ക് സെർച്ച് ചെയ്യാം, ഗൂഗിൾ ഉണ്ട് നമുക്ക് പറഞ്ഞു തരാനായിട്ട്, അല്ലെ? എന്താണ് ഈ കോഴ്സ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുവിധമൊക്കെ നമ്മൾ അത് അറിഞ്ഞു വെച്ചിട്ടുണ്ടാകും. അറിഞ്ഞു വെച്ചിട്ട് കയറിയവരും ഉണ്ട്. പക്ഷെ എങ്കിലും നേരിട്ട് കേൾക്കണമല്ലോ, സ്മാർട്ട് സ്ത്രീയില് എന്താണ് ഇവര് പറയുന്നത് ഈ കോഴ്സിനെ കുറിച്ച് എന്ന് കേൾക്കാനാണ് നമ്മളിപ്പോ ഇവിടെ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഹോസ്പിറ്റൽസിൽ ജോലി കിട്ടാനായിട്ട് അന്ന് സയൻസും ഇതൊക്കെ പഠിക്കണമായിരുന്നു. പക്ഷെ നൗ ഇറ്റ് ഈസ് പോസിബിൾ. എനി സബ്ജക്ട്, നിങ്ങൾ ഏത് സബ്ജക്ട് പഠിച്ചവരായിക്കോട്ടെ, +2 കൊമേഴ്സ് എടുത്തവരോ ഹ്യൂമാനിറ്റീസ് എടുത്തവരോ
ഹൂവർ ബേബി ആർക്ക് വേണമെങ്കിലും എന്താ പറയാ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, +2 സയൻസ് എടുത്തവര് മാത്രമാണോ ഇപ്പൊ ഈ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്? ആണോ? അല്ല. കൊമേഴ്സ് എടുത്തവരുണ്ടോ? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. കൊമേഴ്സ് എടുത്തവരുണ്ടോ? യെസ് ഉണ്ട്. ഹ്യൂമാനിറ്റീസ് എടുത്തവരുണ്ടോ? യെസ് ഉണ്ട്. കണ്ടല്ലോ. അപ്പൊ അന്ന് ഹോസ്പിറ്റൽസിൽ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ നഴ്സായിട്ടോ മറ്റേത് അപ്പൊ സയൻസ് ഒക്കെ പഠിക്കണം എന്നുള്ളത് എന്തായിരുന്നു? കമ്പൽസറി ആയിരുന്നു. പക്ഷെ നൗഡേയ്സ് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ കോഴ്സുകളും കൂടി നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ഡ്യൂറേഷൻ കോഴ്സസ് 6 months കോഴ്സാണ്, ചെറിയ ഡ്യൂറേഷൻ. ഇതിന്റെ PG കൂടി എടുക്കുന്നവർക്ക് 10 months കോഴ്സാണ്. അപ്പൊ ഇത്രയും ചെറിയൊരു ഡ്യൂറേഷനിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഒരു കോഴ്സ് പഠിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബെനിഫിറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത കുറെ കാര്യമാണ് ഇതൊക്കെ, അല്ലെ? കുറെ നാളുകൾ പഠിക്കണം, 3 വർഷം 4 വർഷം ഒക്കെ ഹോസ്പിറ്റൽസിൽ ഒരു നേഴ്സ് ആവാനായിട്ട് പഠിക്കണം. ഇത് കണ്ടോ ഇതൊരു 6 months കോഴ്സ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ നമ്മുടെ കപ്പാസിറ്റി നമ്മൾ കുറച്ചുകൂടി എനർജറ്റിക് ആണോ കേട്ടോ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്രത്തോളം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കൊരു ആഗ്രഹത്തെ സഫലമാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ആൻഡ് വി ഹാവ് ടു ഹാർഡ് വർക്ക് ഓൾസോ. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടേതായ ഹാർഡ് വർക്ക്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ആരെങ്കിലും കൊണ്ടത്തെ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരുന്നാൽ പോസിബിൾ അല്ല, അല്ലെ? നമ്മളുടെ ഹാർഡ് വർക്ക് പ്ലസ് നമ്മളുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് നമ്മളുടെ എന്താ പറയാ ഒരു സ്മാർട്ട്നെസ്, എനർജി, ഇതൊക്കെ ഇതിനകത്ത് ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. എന്നാലാണ് വിൽ ഗെറ്റ് എ ജോബ്. തീർച്ചയായിട്ടും നമുക്കൊരു ജോലി കിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത് ഈ പറയുന്ന കോഴ്സ് അതുപോലെ തന്നെയാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു 6 months നിങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ്, അല്ലെ? ഇത്രയും ചെറിയ ഡ്യൂറേഷൻ നമുക്കൊരു സർട്ടിഫൈഡ് ആകാം, അല്ലെ? നമുക്കൊരു ജോലി കിട്ടാം. അത് തന്നെ. അപ്പൊ അത് വാങ്ങിക്കണം എന്നുള്ള സ്ട്രോങ് ഡിസിഷൻ മനസ്സിൽ ഇപ്പൊ തുടങ്ങി. ഇന്ന് മുതൽ എന്ന് വരെ ആഫ്റ്റർ കംപ്ലീറ്റ് യുവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടത്തോളം വരെ ഉണ്ടായിരിക്കണം. എന്നാലും നമുക്ക് ഏതെങ്കിലുമൊക്കെ വാതിലിൽ ചെന്ന് മുട്ടി നമ്മളുടെ ജോലി നമ്മൾ വാങ്ങിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അവകാശമാണ്. നമ്മൾ സർട്ടിഫൈഡ് ആയി നമുക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്കത് കിട്ടണം, നമുക്ക് തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ നടക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ ഹോസ്പിറ്റലിന്റെ മൊത്തത്തില് മാനേജ് ചെയ്യുക എന്നുള്ളൊരു ജോലിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാറിയത്. ഡ്യൂ ടു ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ആൻഡ് ഓൾസോ ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ഡിസീസസ്, ടൈപ്സ് ഓഫ് ഡിസീസസ്, പലതരത്തിലുള്ള രോഗങ്ങളുടെ പെരുകല്, അതുപോലെ തന്നെ പോപ്പുലേഷന്റെ വർധനവ്, ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള ഈ കോഴ്സിന് ഇത്രയധികം ഡിമാൻഡ്. ഓക്കെ, അപ്പൊ രോഗങ്ങൾ വർദ്ധിക്കുകയാണ്. രോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ എന്ത് പറ്റും? ഓരോ ദിവസവും ഓരോ ഹോസ്പിറ്റൽസിലും എന്തോരം ആൾക്കാരാ. നമ്മൾ വിചാരിക്കും എല്ലാ ദിവസവും ഇത്രയും വലിയ രോഗങ്ങളൊക്കെ ആളുകൾക്ക് എവിടുന്ന വരണേന്ന്. നമ്മൾ നോക്കണം. കാരണം ഇത്രയും പോപ്പുലേറ്റഡ് ആണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. നമ്മൾ ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിൽ ഇഷ്ടംപോലെ ജനങ്ങളുണ്ട്. ഓരോ ദിവസവും ഓരോ വീട്ടില് എന്തെങ്കിലുമൊക്കെ കാലത്ത് എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് അവിടെ വേദന ഇവിടെ വേദന എന്തെങ്കിലും രോഗമൊന്നും പറഞ്ഞായിരിക്കും മിക്കപ്പോഴും എഴുന്നേറ്റ് വരാം. അതിന്റെയൊക്കെ കാരണം നമ്മൾ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താ? നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇതൊക്കെ തന്നെ നമ്മൾ തന്നെ വരുത്തി വെക്കുന്നു. ആകാശമുണ്ടായി ഹോസ്പിറ്റൽസിന് കൊടുക്കുന്നു. തീർച്ചയായിട്ടും, അല്ലെ? കാരണം നമുക്കറിയാം നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്, ഇല്ലേ? കാരണം നമ്മൾ ഓരോ ഇക്കോണമി വളരുന്നതനുസരിച്ച് നമ്മളും അതിൽ ഫോഴ്സ്ഡ് ആണ്. നമ്മളും അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും, അല്ലെ? പണ്ടത്തെ കാലത്ത് ഇരിക്കാനുള്ള ഒരലും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഫിസിക്കൽ ആയിട്ടുള്ള നമ്മൾക്ക് അധ്വാനം, അല്ലെ? ഫിസിക്കൽ വർക്ക്സ് കൂടുതലായിരുന്നു അന്നൊക്കെ. ഇന്ന് പറയും നമ്മൾക്ക് അത് എന്തോരം പണിയായി വീട്ടില്. ഈ പണി മുഴുവൻ മനുഷ്യനെടുത്ത് നടുവെടുക്കുന്നത്. എന്ത് പണി? രാവിലെ എഴുന്നേക്കുന്നു, കുറെ തുണി വാരി മെഷീനിലിടുന്നു. മെഷീനല്ലേ ആ പണി ചെയ്യുന്നേ? മെഷീനിൽ അലക്കുന്നു. എന്താ പറയാ, കുറെ അരയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി വാരിക്കൂട്ടി മിക്സിക്കകത്തിരുന്നു. മിക്സിയാണ് കറക്കുന്നത്, അല്ലെ? അത് ഇലക്ട്രിക്കൽ ഓട്ടോമാറ്റിക്കലി അത് കറങ്ങുകയാണ്. അത് പൊടിച്ചോ അരച്ചോ എന്താ വരണേന്ന് വെച്ചാൽ അത് വരുന്നു. എന്നിട്ട് പണ്ടത്തെ ആളുകളുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യേണ്ടി വരും. പണ്ട് ഇതെന്താ ചെയ്തിരുന്നത്? തലേദിവസം രാത്രി അമ്മിക്കല്ലിൽ വെച്ച് അരച്ചെടുക്കുന്നു മാവ്. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അതല്ലെങ്കിൽ ഒരലിനകത്തിട്ട് ഇടിച്ചു പൊടിയെടുക്കുന്നു. ഇങ്ങനെയൊക്കെയാ ചെയ്തിരുന്നത്. അപ്പൊ എന്ത്? നമ്മൾ നമ്മുടെ വർക്ക് കൂടുതലായിരുന്നു, അല്ലെ? ഫിസിക്കൽ ആയിട്ടുള്ള എനർജി നമ്മൾ ഒരുപാട് ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇത് ആ സ്ഥാനമൊക്കെ മാറി അതൊക്കെ അവിടേക്ക് നമ്മൾ പലതരത്തിലുള്ള ഇതുപോലെ ഇലക്ട്രിക് മെഷീൻസ് ഒക്കെ റീപ്ലേസ് ചെയ്തു. അപ്പൊ അതാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് ശാരീരിക അധ്വാനം അധികമില്ല. ഇപ്പൊ എന്നെ പോലെ ഇങ്ങനെ വായിട്ടലക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെ? വാഗോണ്ടൊക്കെ സംസാരിക്കുന്നു. അപ്പൊ അവിടെ ഫിസിക്കൽ ഒരു എനർജി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നില്ല. പിന്നെന്താ പറയാ, തെറ്റായ സമയത്തുള്ള ഫുഡ് ഹാബിറ്റ്, സമയത്തിന് കഴിക്കാതിരിക്കുക,
ഫുഡിങ്ങിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ. എപ്പോ നമ്മളിപ്പോ രാവിലെ എന്നിട്ട് വരുമ്പോ ഫുഡൊന്നും കൊണ്ടുപോകണ്ട, ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യാം. സോ ദീസ് ആർ ദ റീസൺസ് ഫോർ അവർ ഡിസീസസ്. നമുക്ക് വരുന്ന ഈ പറയുന്ന മാറി വരുന്ന രോഗങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെ വരുത്തി വെക്കുന്നത്. അതല്ലേ നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ഇറഗുലർ ആയിട്ടുള്ള ഫുഡിങ് അല്ലെ. ഇറഗുലർ ആയിട്ടാണ് രാവിലത്തെ കഷ്ടം കഴിക്കേണ്ടത്. 10 മണിക്ക് എഴുന്നേറ്റിട്ട് കുട്ടികളൊക്കെ ഒന്ന് ആലോചിച്ച് ഹോളിഡേയ്സിലൊക്കെ അവർ 10 മണിക്കും 12 മണിക്കും എഴുന്നേറ്റിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും കൂടി അങ്ങനെ ഒരുമിച്ചൊക്കെ കഴിക്കുന്ന കുട്ടികളുണ്ട്. കണ്ടോ, അവിടെ തെറ്റിപ്പോയി. അത്രയും സമയമൊക്കെ നമ്മളുടെ വയറ് ഇങ്ങനെ കാലിയായിട്ട് കിടക്കണം, എംറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് എന്ത് ചെയ്തു, രോഗങ്ങൾ പെരുകി. രോഗങ്ങളും ജനസംഖ്യയും പെരുകിയപ്പോ ഹോസ്പിറ്റൽസിലൊക്കെ കുറച്ച് കൺട്രോൾ വേണം. കാരണം എല്ലാ ദിവസവും ഇത്രം രോഗികൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലായിടത്തും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് ഈ ഒരു കോഴ്സ് ഇത്രയും അധികം ഡിമാൻഡബിൾ ആയിട്ടുള്ള കോഴ്സായി മാറിയത് അല്ലെ. ആ ഒരു കൊറോണ സ്റ്റേജസിന്റെ ഒക്കെ കുറച്ച് മുമ്പ് തുടങ്ങി. അപ്പോഴാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കൊക്കെ നമ്മളുടെ എന്താ പറയാ കൺട്രിയിലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറെ അങ്ങോട്ട് പെരുകാൻ തുടങ്ങി. അപ്പൊ ഹോസ്പിറ്റൽസിനെ ആസ് എ ഹോൾ ഹാവ് ടു ബി മാനേജ്ഡ്. അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം, മാനേജ് ചെയ്യണം, അവിടുത്തെ കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യണം, അവിടുത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം, അവിടുത്തെ മെഡിക്കൽ ഹെൽത്ത് കെയർ എങ്ങനെയാ കൊടുക്കുന്നതെന്ന് ട്രാക്ക് ചെയ്യണം, അത് ഉറപ്പുവരുത്തണം. ദീസ് തിങ്സ്. അപ്പൊ ഇതൊക്കെ ചെയ്യേണ്ട ഒരു ആൾക്കാർ, ഒരു വിഭാഗം വേണമെന്ന് എന്ത് തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് വന്നത്. മനസ്സിലായോ? അപ്പൊ അത് ഒരുപാട് പേര് പഠിക്കുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസ് പഠിച്ചവര് ഇതുപോലെയുള്ള ഹോസ്പിറ്റൽസിലൊക്കെ പോയിട്ട് ഹോസ്പിറ്റൽസിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സിന്റെ സിലബസും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിലബസ് ഞാൻ അത് കഴിഞ്ഞ് പറയാം. ആൻഡ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ഇത്രയും ഡിമാൻഡബിൾ ആയിട്ടുള്ള കോഴ്സ് ആകാനുള്ള കാരണം. 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്തത്. ഓക്കെ, ഇനി സോ while we are learning such a course, ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്കും ഒരു അവസരമാണ് കിട്ടുക ടു ബിക്കം എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽസ്. എന്തിന്റെ ഭാഗമാകാൻ? ആശുപത്രിയുടെ ഭാഗമാകാൻ. ആശുപത്രിയിൽ പോയിട്ട് ഇതുപോലെ ഒരു ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലി എന്ന് പറയാം. കാരണം ഇനി ഹോസ്പിറ്റൽസിലെ ജോലികളൊക്കെ പെട്ടെന്ന് നമ്മളുടെ തെറ്റുകൊണ്ടല്ലാതെ പെട്ടെന്ന് നമുക്ക് അത് മാറേണ്ടി വരില്ല. കാരണം ഹോസ്പിറ്റൽസ് ഇങ്ങനെ ഡിമാൻഡ് കൂടുതലായി വരുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയി മാറിക്കഴിഞ്ഞു. സോ അപ്പൊ ഒരു ഹോസ്പിറ്റൽസിന്റെ ഭാഗമാകാനും ആൻഡ് യു ക്യാൻ ഫെസിലിറ്റേറ്റ് ക്വാളിറ്റി ട്രീറ്റ്മെന്റ്. വരുന്ന പേഷ്യൻസിനൊക്കെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനും അതും വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ബേസിൽ. എങ്ങനെയാ ഇപ്പൊ വരുന്ന പേഷ്യൻസിനൊക്കെ കുത്തിപ്പിഴിഞ്ഞ് അവരെ ഇടിച്ചു പിഴിഞ്ഞ് അവരുടെ മാക്സിമം അവരിൽ നിന്ന് ഇങ്ങനെ ചൂഴ്ന്നെടുക്കാതെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള വെയില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസണബിൾ റേറ്റില് അവരിൽ നിന്ന് ഈടാക്കുന്ന ആ റേറ്റ് ഒക്കെ ഒന്ന് എന്താ പറയാ റീസണബിൾ ആക്കി എല്ലാവരെയും എന്താ പറയാ അങ്ങനെയാണ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ തരാം, അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ കിട്ടണം. ആ രീതിയിലാകരുത്. അതായത് അവരെ തൃപ്തരാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെപ്പോഴും തൃപ്തരാകുക, നമ്മളെപ്പോഴും വെൻ വി ആർ സാറ്റിസ്ഫൈഡ്, നമ്മൾ കൊടുക്കുന്നതിന് നമുക്ക് തിരിച്ച് കിട്ടുന്ന റിട്ടേണും വെൻ ഇറ്റ് ഈസ് ഈക്വൽ, അത് രണ്ടും ഈക്വൽ ആകുമ്പോഴല്ലേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുക. 10 രൂപയ്ക്ക് കടയിൽ പോയിട്ട് ഒരു പേന വാങ്ങിക്കുന്നു. ആ 10 രൂപയുടെ പേന കൊണ്ടുവന്നിട്ട് 10 രൂപയാണ് കൊടുത്ത് ഞാൻ ആ പേന വാങ്ങിച്ചത്. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എഴുതുമ്പോ എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴാണ് കിട്ടുന്നത്? ഞാൻ അത് എഴുതുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എന്റെ ഹാൻഡ് റൈറ്റിങ് അല്ലെങ്കിൽ അതിന്റെ തെളിച്ചം അങ്ങനെയൊക്കെ ഭംഗി അതായത് പിടിക്കുമ്പോൾ ആ ഒരു എന്റെ കൈക്ക് ഇണങ്ങുന്നത് ഒക്കെ ആകുമ്പോൾ ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് പെൻ. ആ പേനയും ആ പൈസയുമായിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അല്ലാതെ പേന 10 രൂപയ്ക്ക് വാങ്ങിച്ചു ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ തെളിയണില്ല, കുത്തുന്നു, കുടയുന്നു, വരയ്ക്കുന്നു, ഇതൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്ത് അങ്ങോട്ട് കൊടുക്കുമ്പോഴും അതിന് ഇക്വലന്റ് ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് കിട്ടുമ്പോഴാണ് വി ആർ സാറ്റിസ്ഫൈഡ്. അതുപോലെ തന്നെ പേഷ്യൻസും അവർ നടത്തുന്ന പേയ്മെന്റിന് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടുമ്പോൾ വി ആർ സാറ്റിസ്ഫൈഡ്. കൂടുതൽ പേയ്മെന്റ് കൊടുക്കുന്നു, എന്നാൽ അവിടെ നിന്ന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് അതിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ലോ ആണെങ്കിൽ ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, that means the group of professionals, those who control, direct, schedule, coordinate all the activities of a hospital, അവരെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വിളിക്കുക. ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും ഡയറക്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് അവിടുത്തെ ക്വാളിറ്റി ട്രീറ്റ്മെന്റുകൾ എൻഷുർ ചെയ്ത് അത് കോസ്റ്റ് ഇഫക്റ്റീവ് വേ ആണോ എന്ന് നോക്കുന്ന അങ്ങനെയെല്ലാം മാനേജ് ചെയ്യുന്നവരെയാണ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസിനെ വിളിക്കുന്ന പേരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. കേട്ടോ, ഒരു 5-6 മാസമൊക്കെ കഴിയുമ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞ് പഠിച്ച് പുറത്തിറങ്ങി സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ പുറത്തിറങ്ങി എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് കയറുമ്പോൾ
യു ബിക്കം എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ. അപ്പൊ നല്ലൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാനായിട്ട് നമുക്ക് പറ്റും. ക്ലിയർ ആയോ ഇത്രയും നേരം പറഞ്ഞത്? ക്ലാരിറ്റി അല്ലേ? ക്ലിയർ അല്ലേ സൗണ്ടും ഒക്കെ? അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മ്യൂട്ട് ചെയ്തത് കേട്ടോ. ഈ സൗണ്ട് ഇതിന് ഓൺ ആക്കി വെച്ചാലേ ഡിസ്റ്റർബൻസ് വരും, എക്കോ വരും. അപ്പൊ ഞാനിവിടെ പറയുന്നത് ഞാൻ മറ്റേ എന്തോ ആയിട്ട് സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് സൗണ്ട് മ്യൂട്ട് ചെയ്തത്. നിങ്ങൾ ഇവിടെ സംസാരിക്കാതിരിക്കുകയാണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു സമയം ലാസ്റ്റ് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അവര്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നവര്. ഓക്കെ, ഇനി ആൻഡ് അബൌട്ട് ഇറ്റ്സ് ക്വാളിഫിക്കേഷൻ. ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. ആൻഡ് ആസ് യു നോ, അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോ വാട്ട് ഈസ് ദ ക്വാളിഫിക്കേഷൻ നീഡഡ് ഫോർ ടേക്കിംഗ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അല്ലെ. അതിനകത്തൊരു ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞില്ലേ? എനി ലെവൽ ഓഫ് +2 അല്ലെ. +2ന്റെ ഏതെങ്കിലും മതിയെന്ന് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മേ ബി സയൻസ് എടുത്തവരാകാം, കൊമേഴ്സ് എടുത്തവരാകാം, ഹ്യൂമാനിറ്റീസ് എടുത്തവരാകാം. ദർ ഇസ് നോ ഡിഫറൻസ്. അവിടെ ഒരു ഡിഫറൻസ് ഇല്ല ഇന്നതേ എടുക്കാൻ പാടുള്ളൂ എന്ന്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സയൻസ് എടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ +2 നമ്മളിപ്പോ BSc പോകണമെങ്കിൽ +2 സയൻസ് എടുത്തിരിക്കണം. അങ്ങനെയൊക്കെയാണ് അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കൺസ്ട്രെയിന്റ് ഉണ്ട്. അതായത് നമ്മളുടെ ഏത് ലെവൽ വേണമെങ്കിലും +2 എടുത്താൽ മതി. കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ സയൻസ് ആയിക്കോട്ടെ, ഏതെടുത്താലും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ക്ലാസ്സുകൾ എടുക്കുമ്പോഴും ചിലപ്പോഴൊക്കെ ചില ഭാഗങ്ങളൊക്കെ ടീച്ചേഴ്സ് കുറച്ചുകൂടി എന്താ പറയാ കുറച്ച് കൂടുതൽ പ്രാവശ്യം ചിലപ്പോ റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് ലെവലിലൊക്കെ പറഞ്ഞു എന്ന് വരും. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഇപ്പൊ ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് എന്താ പറയാ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് സയന്റിഫിക് ആയിട്ടുള്ള ചില ടേംസ് ഒക്കെ വരികയാണെങ്കിലേ പെട്ടെന്ന് അവർക്ക് ക്ലിയർ ആവില്ല, അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ആ ലെവലിലും കൂടി വെച്ചിട്ടായിരിക്കും ക്ലാസ്സസ് എടുക്കുക. അത് ഞാൻ ആദ്യമേ തന്നെ ഒന്ന് മുൻകൂർ ജാമ്യം എടുത്തോട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ സയൻസ് എടുത്തവരൊക്കെ അവർക്ക് ചിലപ്പോൾ ഈ ടേംസ് ഒക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ പറയുമ്പോൾ ടീച്ചർ എന്തിനാ ഇത്രയും നേരം കുറെ നേരം ആയാലും പറയുന്നത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. അത് അങ്ങനെയാണ്. കാരണം ഇപ്പൊ അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എടുത്തവർക്ക് അവർക്ക് ആ ഒരു ടേംസ് ചിലപ്പോൾ ഫെമിലിയർ ആവില്ല. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുക. ആൻഡ് അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത് +2 ആണ്. ഏത് വേണമെങ്കിലും മതി എന്നുള്ളതാണ് അല്ലെ. ഇനി അപ്പൊ നമുക്ക് എന്താ പറയാ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ എന്താ പറയാ ഡിപ്ലോമ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യു ബിക്കം സ്കിൽഡ് പ്രൊഫഷണൽസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആകാനാണ് നമ്മൾ ഈ ഡിപ്ലോമ കോഴ്സ് HAയുടെ നമ്മൾ എടുക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ യു വിൽ ബി ഏബിൾ ടു control and also to ensure the smooth functioning of hospital as a whole. ഹോസ്പിറ്റലിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. മൊത്തത്തിൽ എല്ലാ ആക്ടിവിറ്റീസും കേട്ടോ. ഇനി ലെറ്റ്സ് സീ what is the job opportunities. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് ഹോസ്പിറ്റൽസിൽ മാത്രമാണോ നമുക്ക് ജോലി കിട്ടുക എന്നുള്ളൊരു ചോദ്യചിഹ്നം വീണ്ടും നമുക്ക് ഉണ്ടാകുമായിരിക്കാം. സോ ലെറ്റ്സ് സീ എവിടെയൊക്കെ നമുക്ക് ജോലി സാധ്യതകൾ ഉണ്ടെന്ന്. നമുക്കറിയാം ഇൻസൈഡ് ദ കൺട്രി ആൻഡ് ഓൾസോ എബ്രോഡ് നമുക്ക് ഇതിന് ചാൻസസ് ഉണ്ട്. പുറത്തും രാജ്യത്തിനകത്തും ഒക്കെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇത്രയും ഹോസ്പിറ്റൽസ് ഒക്കെ വളരെ ബിസിയാണ്. എപ്പോഴും ഏത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഭയങ്കര തിരക്കാണ്. അപ്പൊ അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ അവരവർക്ക് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പല സ്ഥലങ്ങളിലുണ്ട്. ഹോസ്പിറ്റൽസ് മാത്രമല്ല, ഞാനത് കുറച്ച് സ്ഥലങ്ങൾ എവിടേക്കാന്ന് പറയാം. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ചില ക്ലിനിക്സ് ആയിട്ടൊക്കെ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ. പിന്നെ പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, health insurance companies, medical health facilities, international health care organizations, rehabilitation centers and also public nursing homes. ഈ പബ്ലിക് നഴ്സിംഗ് ഹോംസ് ഒക്കെ നമ്മുടെ ഇവിടത്തേക്കാൾ കുറച്ച് കൂടുതലുള്ളത് പുറത്താണ്, എബ്രോഡ്. ഒരുപാട് നഴ്സിംഗ് ഹോംസ് ഉണ്ട്. ലൈക്ക് ഈ പറയുന്ന പോലെ ചില കൺട്രീസിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടവരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ എബ്രോഡ് ഇരിക്കുന്നവരുള്ള ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടും ഉണ്ടാവും കേട്ടോ. നമുക്കറിയില്ല. മിക്ക ബാച്ചസിലും എബ്രോഡിൽ ഇരുന്നിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഔട്ട് ഓഫ് സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ ലൈവില് കയറാറുണ്ട്. ദുബൈയിലും ഒക്കെ ഇരുന്നിട്ട്, പിന്നെ തമിഴ്നാട്, ആഫ്രിക്ക അവിടെയൊക്കെ ഇരുന്നിട്ടൊക്കെ ഓരോ സ്റ്റുഡൻസ് നമുക്ക് പ്രീവിയസ് ബാച്ചസിലൊക്കെ കുട്ടികളുണ്ട്. അതുപോലെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചോട്ടെ. അതിന്റെ ഇടയിൽ കൂടി ആരെങ്കിലും അങ്ങനെ ജോയിൻ ചെയ്തേക്കുന്നവരുണ്ടോ? ഇല്ല, എല്ലാവരും നമ്മുടെ നാട്ടുകാരാണ്. ഓക്കെ ആണല്ലോ.
അങ്ങനെ ഇരിക്കുന്നവരുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അറിയാൻ പറ്റും അവിടുത്തെ നഴ്സിംഗ് ഹോംസ്. അതായത് ഈ എന്താ പറയാ ഇച്ചിരി പ്രായമുള്ളവരൊക്കെ അവരുടെ എല്ലാവരും എന്താ പറയാ ബാക്കി മക്കളൊക്കെ ചിലപ്പോ ജോലിയും മറ്റു സ്ഥലമൊക്കെ ആയതുകൊണ്ടേ ഇവരെയൊക്കെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് നഴ്സിംഗ് ഹോംസിൽ എന്താ പറയാ അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കും. അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഫണ്ടൊക്കെ അവര് പ്രൊവൈഡ് ചെയ്തിട്ട് അവിടെ നോക്കും. അവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ നഴ്സിംഗ് ഹോംസിലൊക്കെ ജോലി ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ കെയർ ടേക്കേഴ്സ് ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകൾ പോകുന്നുണ്ട്. അതിന് അധികം എന്താ പറയാ ഒരു 10-20 ദിവസത്തെ എന്തോ ഒരു കോഴ്സൊക്കെ പഠിച്ചിട്ട് ചില ആൾക്കാർ പോകുന്നുണ്ട്. അങ്ങനെ അവരെ എങ്ങനെയാ അവരുടെ ഓരോ എന്താ പറയാ ആളുകളെയൊക്കെ ശുശ്രൂഷിക്കാൻ ഇൻഡിവിജ്വൽ ആയിട്ട് വീടുകളിൽ പോയി ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, അതായത് അതിന് ഒരു കുറച്ച് കാര്യങ്ങൾ പഠിക്കണം, അവരെങ്ങനെയാ നോക്കേണ്ടത് എന്നുള്ളതൊക്കെ. അവർക്ക് കാശൊക്കെ ഉണ്ട്, പക്ഷെ ഇവരെ നോക്കാനായിട്ട് ആളുകൾ ഇല്ലാത്തതുകൊണ്ട് നല്ല ഇപ്പൊ കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ ആളുകളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഇല്ലേ, കേട്ടോ നിങ്ങൾ അങ്ങനെ കേട്ടതുണ്ടോ? അതുപോലെയുള്ള നഴ്സിംഗ് ഹോംസ് ഉണ്ട്. നഴ്സിംഗ് ഹോംസ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഇതുപോലെയുള്ള ആളുകൾ വൈയായികളും എന്താ പറയാ ഓൾഡ് ഏജും കൊണ്ട് ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്നവരെയൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം ഓക്കെ. നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനത്തെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കുറെ ആളുകൾക്കൊക്കെ ജോലി ഉണ്ട്. നമ്മുടെ കേരളത്തിൽ അത്ര അധികം അങ്ങനെ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് എന്താ പറയാ ഹോസ്പിറ്റൽസും ഒഴികെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലും ഇഷ്ടംപോലെ ജോലി സാധ്യതകൾ നമുക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നത് കൊണ്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ഡിപ്ലോമ മാത്രം ചേർന്ന് ഇരിക്കുന്ന കുട്ടികളും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാകും. പ്ലസ് നമ്മുടെ ഇതിന്റെ കൂടെ തന്നെ PGയും കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൂടെ ഉണ്ടാവും കേട്ടോ. ഡിപ്ലോമയുടെ കാര്യം മാത്രം ഞാൻ പറയുന്നു എന്ന് വിചാരിക്കണ്ട. ഉണ്ടോ അങ്ങനെ ആരെങ്കിലും PG കൂടിയും എടുക്കാന്ന് വിചാരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നതാണോ? ഓക്കെ, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു +4 months നിങ്ങൾക്ക് PG കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാം. അപ്പൊ 10 monthsനുള്ളിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ടുണ്ട്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽസിനെ മൊത്തത്തിൽ എങ്ങനെയാ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഈ ക്ലാസ്സുകളിൽ പഠിക്കും. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കലായിട്ട് നമ്മളത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടി വരിക എന്ന് ആ ഒരു തിയറിറ്റിക്കൽ ക്ലാസ്സസ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വിചാരിക്കും ഇതിപ്പോ കോഴ്സ് ചേർന്നിട്ട് നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രം മതി, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എവിടെയെങ്കിലും. പക്ഷെ അതിൽ കാര്യമില്ല അല്ലെ. എന്താണ് വാട്ട് ഈസ് പർപ്പസ് ഓഫ് ലേണിംഗ്? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിക്കുന്നതിന്റെ ആവശ്യം എന്താ? എന്ത് കാര്യം പഠിക്കുമ്പോഴും അതിനൊരു തിയറിറ്റിക്കൽ ഒരു പാർട്ടും ഉണ്ട്, ഒരു പ്രാക്ടിക്കൽ ഭാഗം ഉണ്ടാവുമല്ലോ അല്ലെ. ഇപ്പൊ നഴ്സാവാൻ പഠിക്കുമ്പോൾ കുട്ടികൾ എന്തോരം ദിവസം ഒരു വർഷം 3 വർഷം ജോലി അത് പഠിച്ചിട്ടാണ് അവർക്ക് ഒരു വർഷമൊക്കെ ചില ഹോസ്പിറ്റൽസിൽ ഇന്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബോണ്ട് എന്നൊക്കെ ആയിരുന്നു പണ്ട് പേര്, ഇപ്പൊ ഇന്റേൺഷിപ്പ് എന്നൊക്കെ പേര് പറഞ്ഞിട്ട് ഒരു വർഷം അവിടെ ജോലി ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകാൻ പറ്റുക. അപ്പോഴാ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ്ലി കൊടുക്കുള്ളൂ അല്ലെ. അതായത് ഈ തിയററ്റിക്കലി പഠിച്ച കാര്യങ്ങളെല്ലാം ഹൗ ക്യാൻ വി അപ്ലൈ, അതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ അവിടെ കാണിച്ചൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ അതുപോലെ ഡോക്ടേഴ്സ് ആകാൻ പഠിക്കുന്നത് ബുക്കുകളിൽ നിന്ന് MBBS പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്കുകളൊക്കെ ഇങ്ങനെ മോട്ട ബുക്കുകളൊക്കെ പഠിച്ച് ഇറങ്ങുന്നു അല്ലെ. പക്ഷെ അതിന് അവരെന്ത് ചെയ്യുന്നു? അതിനുശേഷം അവർ വന്നിട്ട് ഏതെങ്കിലും സീനിയർ ഡോക്ടേഴ്സിന്റെ കീഴിൽ അത് പ്രാക്ടീസ് ചെയ്യും. ലോയേഴ്സ് അങ്ങനെയൊക്കെ തന്നെയാ. ഓക്കെ, അപ്പൊ അതുപോലെ അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ആകണമെങ്കിൽ തിയറിയിൽ ബേസ് ചെയ്തിട്ട് ഇതൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ആ ഡിപ്പാർട്ട്മെന്റുകളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്, എന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിലബസിനകത്ത് ഓരോ ചാപ്റ്റേഴ്സിലും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ്സസ് കാണണം. ഇഫ് നോട്ട് പോസിബിൾ ടു അറ്റൻഡ് ലൈവ് ക്ലാസ്സസ്, you have to watch the recorded class. അങ്ങനെ ഒരു സൗകര്യം കൂടി ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇതിന് ചേർന്നേക്കണേ അല്ലേ? ആലോചിച്ച് നോക്കിയേ. അതെ, തീർച്ചയായിട്ടും അതാണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് ജോലിയുള്ളവരുണ്ട്, അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ വീട്ടിലുണ്ട്. അതുങ്ങളൊക്കെ ഒന്ന് ഇതാക്കിയാലേ നമുക്ക് ക്ലാസ് റെഗുലർ ആയിട്ടൊക്കെ ലൈവ് കാണാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, ലൈവ് കാണണമെന്ന് തന്നെ നമുക്ക് നിർബന്ധമില്ല. പക്ഷെ ക്ലാസ് കാണണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മനസ്സിലായി? ക്ലാസ് മിസ്സാക്കരുത്. അപ്പൊ അതെങ്ങനെ പോസിബിൾ ആകും? ഇന്നത്തെ ലൈവ് ക്ലാസ് കണ്ടില്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു 55 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഇൻട്രോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ കുട്ടികളുണ്ടായിരിക്കാം, അവർക്കത് ചിലപ്പോ കാണാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഇതിന്റെ റെക്കോർഡ്സ് ഇവിടെ റെക്കോർഡ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേ ഇത് ക്ലാസ്സിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ അത് കാണണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാണാത്തവരാണ് അത് കേൾക്കേണ്ടത്. അവരത് കാണണം. കാണാതെ നമ്മൾ ബാക്കി എന്താണ് ഇതിന്റെ കാര്യങ്ങളെന്ന് അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞേ, ഇൻട്രോ ക്ലാസ്സിൽ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്ത, ടീച്ചർ എന്തൊക്കെയാ പറഞ്ഞേ എന്നുള്ളത് അവർ അറിയണം വേണ്ടേ? ഇത് അറിയാണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മളിവിടെ ക്ലാസ് തുടങ്ങൂലേ പുതിയതായിട്ട്, അതായത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങില്ലേ, അപ്പൊ ഇങ്ങനെ കയറി വരും. എന്നിട്ട്
എന്താ ടീച്ചറെ അതിന്റെ ഇതിന്റെ എന്നൊക്കെ പറഞ്ഞു ഒരു സംശയം ചോദിക്കും. അപ്പൊ എനിക്ക് ചോദിക്കേണ്ട ചോദ്യം ഇതായിരിക്കും. ഞാൻ അപ്പൊ തന്നെ ചോദിക്കും, ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടോ? ഈ ചോദ്യം ആവർത്തിച്ച് വരും. ഞാൻ ക്ലാസ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ചോദിക്കും, ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഇൻട്രോയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അവരറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അതറിയാതിരിക്കരുത്. എല്ലാവരും ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് വരുന്ന നിങ്ങളുടെ ക്ലാസ്സും ലൈവിൽ കാണാൻ പറ്റിയില്ല എങ്കിൽ നെക്സ്റ്റ് ഡേ അതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഒന്ന് വാച്ച് ചെയ്യുക. സമയമെടുത്ത് നമ്മളത് കാണുക. കാരണം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം, പഠിക്കണം. പരീക്ഷയെ മാത്രം ആശ്രയിച്ച് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പഠിക്കരുത്. എന്താ, നമ്മളുടെ ഇൻഫോർമേഷനിലേക്ക് വേണ്ടി നമ്മൾ പഠിക്കണം. എന്തായാലും ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി അത് പഠിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഗുണം എന്താ? ഗുണം എന്താ? സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളതാണോ ഗുണം? അല്ല, അങ്ങനെ ഞാൻ പറയില്ല. സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളത് മാത്രമല്ല ഗുണം. ആ സർട്ടിഫിക്കറ്റിനോടൊപ്പം ഞാൻ എന്താണ് മനസ്സിലാക്കി എടുത്തത്, ആ കോഴ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അത് സർട്ടിഫിക്കറ്റ് എന്താ പറയാ വാങ്ങിച്ചിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോകുന്നു, ജോലി ചെയ്യാൻ പോകുമ്പോ ഹോസ്പിറ്റലിന്റെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം അത് ഏത് ഡിപ്പാർട്ട്മെന്റിൽ കിട്ടുമെന്ന് നമുക്കറിയില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തു, ക്ലാസ്സുകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും അറിയാണ്ട് പറയുമ്പോൾ വയം പൊളിച്ച് നോക്കിയിരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ മിസ്സായാലും കുഴപ്പമൊന്നുമില്ല. ലൈവായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. അപ്പൊ അടുത്ത ദിവസം അതിന്റെ റെക്കോർഡ്സ് കാണാനായിട്ട് നോക്കുക. സമയം കണ്ടെത്തി 1 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്. ഡെയിലി 2 hours ക്ലാസ് ആണ് നിങ്ങൾക്ക്. അപ്പൊ ആ ക്ലാസ്സുകൾ കാണുക. അപ്പോഴാണ് നമുക്കത് പഠിക്കുന്നത് കൊണ്ട് ഗുണം എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതാണ് ഗുണം. പരീക്ഷയ്ക്ക് നമുക്ക് മാത്രമായിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ ആ സമയം നമ്മൾ പഠിച്ചെടുത്തോളാം, ആ സമയമാകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്നൊക്കെ വിചാരിച്ചിരിക്കരുത്. അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. കാരണം അതിലാണ് നമ്മുടെ ഏറ്റവും എല്ലാ കാര്യങ്ങളും. കാരണം അതിലാണ് നമ്മൾ ഡെവലപ്ഡ് ആകുന്നത്. നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, വ്യക്തിപരമായ വളർച്ച എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കലായിട്ടുള്ള വളർച്ച മാത്രമല്ല, ഫിസിക്കൽ ഗ്രോത്ത് അല്ല, അല്ലെ, മെന്റൽ അല്ലെ, നോളജ്, നമ്മളുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ, എബിലിറ്റീസ്, അതൊക്കെ നമ്മൾ വളർത്തുമ്പോഴാണ് നമ്മളൊരാള് കൃത്യമായിട്ട് ഡെവലപ്ഡ് ആകുള്ളൂ. അപ്പൊ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. എല്ലാവർക്കും സാധിക്കുന്നേ, സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, അല്ലെ. എവറിത്തിങ് ഈസ് പോസിബിൾ. എല്ലാം പോസിബിൾ ആകും. അപ്പൊ അതിനും കൂടി ഞങ്ങൾ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ടും നമുക്ക് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്, അതിന്റെ ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ആൻഡ് വാട്ട് അബൌട്ട് ഇറ്റ്സ് സാലറി? ഇത് നമുക്കൊരു സംശയം വരും, എന്താണ് ഇതിന്റെ സാലറിയെ സംബന്ധിച്ച കാര്യം പറയുകയാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ബിറ്റ്വീൻ 10 to 20,000. 10 മുതൽ 20,000 രൂപ വരെ സാലറീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ്. ഗവൺമെന്റിലാണെങ്കിൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 30 to 40,000. 30,000 മുതൽ 40,000 രൂപ വരെ സമ്പാദിക്കാം. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ ഒരു സാലറി സ്ട്രക്ചർ എന്ന് ഏകദേശം അപ്രോക്സിമേറ്റ് ആണ് പറഞ്ഞത്. ഇത് ഇത്രയും തന്നെ കിട്ടുമെന്ന് ടീച്ചർ പറഞ്ഞിട്ട് ഇത്രയും കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഓൾസോ. അത് അവരുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അത് കണ്ടീഷൻസ് അപ്ലൈ. ഞാൻ അവിടെ ചേർക്കാം. ചില പരസ്യങ്ങൾ കാണൂലേ, ഒരുപാട് ഓഫറുകൾ ഇങ്ങനെ, അത് കിട്ടും, ഇതിന്റെ കൂടെ ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ പരസ്യമൊക്കെ നമ്മൾ പേപ്പറിൽ കാണൂലേ, വലിയ ബോൾഡ് ലെറ്റേഴ്സിലൊക്കെ എഴുതിയേക്കണേ. അതിന്റെ മൂട്ടിൽ എവിടെയെങ്കിലും കൊണ്ട് ഒരു കുഞ്ഞു നക്ഷത്രത്തിന്റെ ചിഹ്നോട്ടുണ്ട് അവിടെ എഴുതും കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞെന്താ? ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ എന്ന്. അതുപോലെ ഞാനും പറയട്ടെ, ഇതൊക്കെ ഈ സാലറിയുടെ സ്ട്രക്ചർ ഒക്കെ നമ്മളിവിടെ കണ്ടത് എന്താ പറയാ, ഒരു ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് പറഞ്ഞത്. അത് തന്നെ കിട്ടുള്ളൂ എന്നൊന്നുമില്ല. അതിനും ചില കണ്ടീഷൻസ് ഹോസ്പിറ്റൽസിന് ഉണ്ടാകും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും അത് ഹോസ്പിറ്റൽസിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അവിടുത്തെ HR ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഓരോരുത്തർ കൊടുക്കുന്ന സാലറിയുടെ സ്ട്രക്ചർ ഒക്കെ അവരാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്നത്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇത്രയും ഒരു ഡിമാൻഡഡ് കോഴ്സ് ആയത്? അത് പഠിക്കാൻ നമുക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്? അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എവിടെയൊക്കെയാണ്? അതിന്റെ സാലറി സ്ട്രക്ചർ എന്താണ്? ഇത്രയും കാര്യമാണ് നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, വെരി ഗുഡ്. ആൻഡ് ഇനി എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഈ സിലബസിനെ കുറിച്ചിട്ടാണ്. ഇതിനകത്ത് സിലബസ് എന്ന് പറയുന്നത് 4 മൊഡ്യൂൾസ് ആണ്. ഡിപ്ലോമയ്ക്ക് മാത്രം 4 മൊഡ്യൂൾസ്, PGക്ക് കൂടി ആണെങ്കിൽ ഒരു എക്സ്ട്രാ പ്ലസ് ഒരു 3 മൊഡ്യൂൾസ് വേറെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഡിപ്ലോമയില് നമുക്ക് 4 മൊഡ്യൂൾസ് ആണ്. ഓരോ മൊഡ്യൂൾസിലും എന്താ പറയാ, ഒന്നാമത്തെ മൊഡ്യൂളില് 13 ചാപ്റ്റേഴ്സ് ഒന്നാമത്തെ മൊഡ്യൂളില്. സെക്കൻഡ് മൊഡ്യൂളില് 15 ചാപ്റ്റേഴ്സ്. തേർഡ് മൊഡ്യൂളിൽ അഗെയിൻ 13 തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ഫോർത്ത് മൊഡ്യൂളിൽ 11 ചാപ്റ്റേഴ്സ്. ആൻഡ് ടോട്ടൽ ഈസ് 52 ചാപ്റ്റേഴ്സ് ആണ് ഡിപ്ലോമയിൽ നമുക്ക് പഠിക്കാനുള്ളത്. 52 ചാപ്റ്റേഴ്സ്.
52 ചാപ്റ്റർ എങ്ങനെ പഠിച്ചത് എന്റെ ടീച്ചറെ എന്ന് ചില ആളുകൾ ഇപ്പൊ ആത്മകഥം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇല്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞോ? അങ്ങനെ ഇല്ലാന്ന് പറയരുത്, സത്യസന്ധമായി പറയണം. ഫ്രാങ്ക് ഓക്കെ യെസ്. അപ്പൊ ഉണ്ട്, പക്ഷെ പഠിക്കുന്നു വേണ്ട, സിമ്പിളാന്നേ. അപ്പൊ ഇല്ലേ അതില് ചെറുതൊക്കെ ഈ 52 എന്ന് പറയുമ്പോ ഇല്ലേ ചിലതൊക്കെ വളരെ സിമ്പിൾ ആണ്. ചിലപ്പോ 2 പേജൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോ 1 പേജുള്ള ഒന്നാമത്തെ ചാപ്റ്റർ 1 പേജ് ആകും. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. കുറച്ചൊക്കെയാണ് കുറച്ച് വലുതുള്ളത്, പക്ഷെ വലുതാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അതിനെയൊക്കെ എത്ര വലുതാണെങ്കിലും നമ്മളൊക്കെ അതിനെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആക്കണം. അത് നമ്മുടെ കഴിവാണ്. ഓക്കെ, നിങ്ങളുടെ ഒക്കെ കൂടി ഒരുമിച്ചുള്ള കഴിവാണ്. ആൻഡ് +3 മൊഡ്യൂൾസ് ആണ് നമ്മുടെ PG-യിലുള്ളത്. അത് ഓരോ മൊഡ്യൂൾസിലും ഈച്ച് കണ്ടെയ്ൻസ് 8 ചാപ്റ്റേഴ്സ്, ഓരോന്നിലും 8 ചാപ്റ്ററുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ 3 into 8 24 ചാപ്റ്റേഴ്സ് ആണ് PG-യിലുള്ളത്. അവിടെ കുറച്ചൊന്നുമില്ല, PG അല്ലേ വരുന്നത്, അവിടെ കുറച്ചൊന്നുമില്ല അല്ല. ഇത് പ്ലസ് ഇത് ഡിപ്ലോമ പ്ലസ് PG അങ്ങനെയാണ് നമുക്ക് വരിക അല്ലെ. ഒരെണ്ണത്തിന്റെ ഡിപ്ലോമ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് PG പോവുക. അപ്പൊ അതുകൊണ്ട് സോറി അതെ പറഞ്ഞത് തെറ്റിയില്ല. ഓക്കെ, ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് PG-യിലേക്ക് പോവുക. അപ്പൊ ഇതും അതുകൂടി പഠിക്കുമ്പോഴാണ് PG കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സിലബസിനെ സംബന്ധിച്ച കാര്യങ്ങൾ. പിന്നെ ടീച്ചേഴ്സ് വന്ന് ഇതുപോലെ എന്താ പറയാ മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഡേറ്റ് പറയും, ക്ലാസ് എന്നാ തുടങ്ങുന്നതെന്ന് ഡേറ്റ് നമ്മൾ പറയും. ഇപ്പൊ നമ്മൾ എടുക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? ഹൗ ദിസ് കോഴ്സ് became such a popular course? What are the opportunities? What is the qualification needed? What is the salary scale? ഈ 5 കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ PA ഇൻട്രോ ക്ലാസ്സിൽ പറഞ്ഞത്. പ്ലസ് അതിന്റെ സിലബസ് കൂടി പറഞ്ഞു. ഇനി ഇതിന്റെ ഒരു ഹാഫ് പാർട്ട് കൂടി ഉണ്ട്. ഇൻട്രോ ക്ലാസ്സിന്റെ ഒരു പകുതി ഭാഗം കൂടി പെൻഡിങ് ഉണ്ട്. അത് നമ്മുടെ ഫൗണ്ടർ ഓഫ് സ്മാർട്സ് റേഡിയോ കൺസൾട്ടൻസി ജയദേവ് സാർ ആയിരിക്കും അത് തരാം. ഓക്കെ, നമ്മുടെ സ്മാർട്സ് റേഡിയോ ഫൗണ്ടർ ഇല്ലേ, അദ്ദേഹം ആയിരിക്കും തരാം. അപ്പൊ സാറിന്റെ ക്ലാസ് എന്നാണെന്ന് അടുത്ത ദിവസം തന്നെയൊക്കെ ഉണ്ടായിരിക്കും. അതെന്നാണെന്ന് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇട്ട് തരും. ഏത് ദിവസമാണ് അത് കണ്ടക്ട് ചെയ്യപ്പെടുന്നതെന്ന് അതും നിങ്ങൾ ജോയിൻ ചെയ്യണം. കാരണം അതിനകത്ത് സർട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു എന്താ പറയാ Q&A ഒരു ഇൻട്രോ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, സാർ അതിന് ഒരു ആൻസേഴ്സ് തരും. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാം. ഇതിപ്പോ നിങ്ങൾക്ക് എന്നോട് ഇതിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും ചോദിക്കാൻ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അവിടെയായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയേണ്ടത്, സ്മാർട്ട് സ്ത്രീയുടെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളോ മറ്റുമൊക്കെ. അപ്പൊ അത് സാറായിരിക്കും തരിക. ഓക്കെ, അത് നിങ്ങൾക്ക് ഡേറ്റ് നിശ്ചയിച്ച് സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയും. ആൻഡ് അതിനുശേഷമായിരിക്കും നമ്മുടെ ക്ലാസ് റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, റെഗുലർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്താൽ എല്ലാ ദിവസവും 2 മണിക്കൂർ വീതമാണ് ക്ലാസ്. മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെ 2 ടീച്ചേഴ്സ് 1 hour ഗ്യാപ്പില് ക്ലാസ്സുകൾ എടുക്കാനുണ്ട്. ഒരു ആദ്യ 1 മണിക്കൂർ ഒരു ടീച്ചർ വരുന്നത്. ടൈം ടേബിൾ ഉണ്ടാവും കേട്ടോ. ടൈം ടേബിൾ ഒക്കെ തന്നെ തോന്നിയ പോലെ കരുതല്ല. നമ്മൾ ഒരു ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ അനുസരിച്ച് അത് നിങ്ങൾക്ക് ഇട്ട് തരും. അതനുസരിച്ചായിരിക്കും ടീച്ചേഴ്സ് വരാം. ഇൻ കേസ് ചില ദിവസമൊക്കെ ചിലപ്പോൾ ടൈം ടേബിൾ ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരും. ഒന്ന് വയ്യാണ്ടായി, ഒന്ന് ലീവ് എടുത്തു, അല്ലെ അവിടെ തന്നെ ഇരുന്നു ഉണ്ടായിട്ട് അനങ്ങാൻ പറ്റില്ല. അപ്പൊ ഒരു വേറെ ടീച്ചറിനെ കയറ്റി വിട്ടു. അപ്പൊ ടീച്ചറെ ടൈം ടേബിൾ ഇതല്ലല്ലോ എന്നൊക്കെ പറയണ്ട. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ലേ, ടീച്ചറിന്റെ ലീവ് ആകും. അപ്പൊ വേറെ ടീച്ചർ മിക്കവാറും കയറി വരുന്നത് മാത്സ് ടീച്ചറായിരിക്കും. ഓർക്കണ്ടോ ആ കാലഘട്ടമൊക്കെ? എന്തെങ്കിലും പീരീഡ് ടീച്ചർ ഇല്ലെങ്കിൽ ഓടി വരുന്നത് ആരാണ്? മറക്കരുത് അതൊന്നും അല്ലെ, മാത്സ് ടീച്ചറായിരിക്കുള്ളൂ. കാരണം മാത്സ് ടീച്ചേഴ്സിന് പോർഷൻസ് കൂടുതലുണ്ടാവും. പിന്നെ മാത്സ് കൂടുതൽ നമ്മൾ ചെയ്യിക്കുമ്പോഴാണ് കുട്ടികൾക്ക് അതനുസരിച്ച് എന്താ പറയാ അവർക്ക് പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂല്ലോ. അതുകൊണ്ട് ഓക്കെ, പണ്ടൊക്കെ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ ഒന്നുമില്ല മാത്സ് ടീച്ചർ, അല്ലെങ്കിൽ പണ്ടൊക്കെ ഇംഗ്ലീഷ് ഗ്രാമറിന് വേണ്ടി ഒരു ക്ലാസ് ഉണ്ടാവേ. ഇംഗ്ലീഷ് ഗ്രാമറിന് ഇപ്പൊ ഗ്രാമറിനൊന്നും സെപ്പറേറ്റ് ക്ലാസ് ഒന്നുമില്ല. ഒരു പീരീഡ് ഒക്കെ ഉണ്ടാവും, വൺസ് ഇൻ എ വീക്ക് ഒക്കെ. അപ്പൊ ഈ ഗ്രാമറിന്റെ സാർ വരും പഠിപ്പിക്കാനായിട്ട്. അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ നടന്നിരുന്നത്. ഇതുപോലെ ഇടയ്ക്കൊന്നും മഴ വരും കേട്ടോ. ചിലപ്പോൾ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് അല്ല തെറ്റിപ്പോകും. ഇതുപോലെയുള്ള എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വന്നാൽ, അല്ലെങ്കിൽ എവറിത്തിങ് വിൽ ബി ഗോയിങ് ഓൺ സ്മൂത്ത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻട്രോ ക്ലാസ്സിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾ എല്ലാവരും എന്താ പറയാ നമ്മളുടെ തുടക്കം നമ്മൾ എടുക്കുന്ന ഇനീഷ്യേഷൻ പോലെ തന്നെ അറ്റം വരെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ ആ ഒരു ഇനീഷ്യേഷനും അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ്, ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും ഒക്കെ നിങ്ങളുടെ പഠനത്തോട് കാണിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിന്റെ റിസൾട്ട് വാങ്ങിച്ച് നല്ല നല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് എവിടെയെങ്കിലൊക്കെ ജോലി ചെയ്യാം, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ. ഓക്കെ, നിങ്ങളൊക്കെ അന്വേഷിച്ചാൽ കിട്ടും, യൂട്യൂബിലൊക്കെ എവിടെയെങ്കിലും അന്വേഷിച്ചാൽ കിട്ടും എവിടേക്കാണ് നമുക്ക് ഇതിന്റെ സാധ്യതകൾ ഉള്ളത്. അത് നെസസറി ആണ് എന്ന് നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ ആണോ ക്ലാസ്? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി ഇതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട്?
സാലറി പാക്കേജ് ഞാൻ പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ 10 to 20,000 ഇൻ ബിറ്റ്വീൻ കേട്ടോ. 10 മുതൽ 20,000 രൂപ വരെ കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. ഗവൺമെന്റ് ആണെങ്കിൽ 30 to 40,000 വരെ കേട്ടോ. 30,000 40,000 ഇടയ്ക്കൊക്കെയാണ്. അതിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരാം. കാരണം ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് നമുക്കറിയാം നമ്മളുടെ യൂത്ത് ഒരു നാടിന്റെ അസറ്റ്, ഏറ്റവും ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അസറ്റ്സ് എന്ന് പറയുന്നത് ആരാ? അവിടുത്തെ യുവ ജനങ്ങളാണ് അല്ലെ, യൂത്തുകളാണ്. പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളാണ്. ഒരു നാടിന്റെ അസറ്റ് എന്ന് പറയുന്നത് അവരാണ്. കുറെ കുഞ്ഞു പിള്ളേരും കുറെ വാർദ്ധക്യമുള്ളവരും മാത്രമായി മാറിപ്പോകാൻ ഇരിക്കുന്ന ഒരു നാട് പോലെയായി ഇപ്പൊ കേരളം അല്ലെ. ആലോചിച്ച് നോക്കിയേ, ചില സ്ഥലത്തൊക്കെ വീടുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക, എല്ലാം പോയി പുറത്തോട്ട്. ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വയസ്സായ 2 ആളുകൾ ഉണ്ടാവും അവിടെ അല്ലെ, യുവജനങ്ങളൊന്നും ഇല്ല. അതെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് അത് ഞാൻ പറഞ്ഞത്. ആൻഡ് പിന്നെ നമ്മുടെ കഴിവും ഇതൊക്കെ അനുസരിച്ച് നമ്മൾ ഓരോ കാര്യത്തിലും പ്രൊമോട്ട് ചെയ്ത് പൊക്കത്തിലേക്ക് വരണം. അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ പ്രൊമോഷൻസിൽ നമ്മുടെ സ്റ്റാറ്റസ് വർദ്ധിക്കും. സ്റ്റാറ്റസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാലറി വർദ്ധിക്കുക എന്നതിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് മാറും. യെസ്, ദെൻ അപ്പൊ നിങ്ങൾക്ക് ഹാപ്പി ആണോ? നിങ്ങൾക്ക് എവിടേക്കാ? ഓരോരുത്തരെ പല പല സ്ഥലങ്ങളിലുള്ളവരാണ്. ഒത്തിരി മിക്കവാറും എല്ലാവരും എന്താ പറയാ, ഇപ്പൊ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ സ്മാർട്ട് സ്ട്രീം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഉണ്ട്, കൂടും, തീർച്ചയായിട്ടും കൂടും. അതാ പറഞ്ഞേ, എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് ഉണ്ടല്ലോ. പിന്നെ ചില ഹോസ്പിറ്റൽസിൽ അല്ല മിക്ക ജോലി സ്ഥലത്തും ഇത്ര ഇയേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സാലറി ഇൻക്രിമെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതെ അതിനെ കുറിച്ച് ആണ് സാറ് പറയുന്നത്. ഞാൻ പറഞ്ഞ പ്ലേസ്മെന്റോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളോ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ, ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സാറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലായിരിക്കും സാർ തരിക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. Q&A ഒരു ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും സാറിൻ്റെത്. അത് ഒരു 1 hour അല്ല. ഇപ്പൊ നമ്മൾ 1 hour എടുത്തിട്ടാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഒരു 2 hours ഒക്കെ എടുക്കും. നിങ്ങൾക്ക് whatever you can ask, നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് സാറിനോട് ചോദിച്ചോളൂ. സാർ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. അല്ല PG വരുമ്പോ നമുക്കറിയാലോ അതിന്റെ എന്താ പറയാ ഒരു ലെവൽ കൂടി നമ്മള് എന്താ പറയാ ഡെവലപ്ഡ് ആയി. അപ്പൊ അതനുസരിച്ച് മാറും. അപ്പൊ ഓക്കെ, എന്താ നമ്മൾ പറഞ്ഞു വന്നത്? അപ്പൊ നമുക്ക് ക്ലാസ്സുകളൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ക്ലാസ്സുകളിലൊക്കെ കാണാം. ഇപ്പൊ ഇൻ കേസ് എനിക്ക് അവിടെ നിങ്ങളുടെ ക്ലാസ്സിൽ എന്തെങ്കിലും അവർ ഇല്ലെങ്കിൽ ടൈം ടേബിൾ ഒക്കെ നോക്കിയിട്ടാണ് എഴുതുക. അടുത്ത ക്ലാസ്സിൽ അവേഴ്സ് നമ്മളിങ്ങനെ ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് അവേഴ്സ് ഇടുക. അപ്പൊ ഇൻ കേസ് എന്റെ ക്ലാസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിക്കുന്ന സിലബസ് അല്ലാത്ത, അതായത് ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സിന്റെ പോർഷൻ അല്ലാത്ത വേറെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിഷ് ടീച്ചറിനെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞേ. നിഷ് ടീച്ചർ അവിടെ ഇരിപ്പുണ്ടാവും. അപ്പൊ ഞാൻ വന്നോളാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞുതരാം. സിലബസിലെ കാര്യമല്ല കേട്ടോ. സിലബസിലെ കാര്യങ്ങൾ ടീച്ചേഴ്സ് തന്നെ ഒരു പഠിപ്പിക്കുമ്പോൾ അവർ തന്നെ ക്ലിയർ ചെയ്ത് ലാസ്റ്റ് 5 minutes ഞാൻ പറഞ്ഞല്ലോ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരും. അതല്ല അതിന്റെ ബിയോണ്ട് സച്ച് തിങ്സ്, അതിനപ്പുറമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിഷാബിസിനെ വിളിക്കണം. ഒരു കാര്യം പറയാനാ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടീസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ബി ഫ്രാങ്ക്, നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം. അത് കേൾക്കാൻ വേണ്ടി ഞാൻ വരും. പറ്റും. ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇഫ് യു നീഡ് ടു എക്സ്റ്റെൻഡ് യുവർ ലേണിംഗ് ടു PG-യിലേക്ക് നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇത് കഴിയുമ്പോഴോ കഴിയുന്നതിന് മുമ്പോ ഇൻ ബിറ്റ്വീനോ ഇപ്പൊ തന്നെയോ എപ്പോ വേണമെങ്കിലും നമ്മുടെ ഓഫീസിൽ അറിയിച്ചാൽ മതി. ഞാൻ PG കൂടി കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. നോ പ്രോബ്ലംസ്, അതിലൊന്നും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, പിന്നെന്താ ചോദിച്ചത്? ഞാൻ ഈ അവിടെ വരുന്ന ചില മെസ്സേജസിന് റിപ്ലൈ ആണോ ഈ പറയുന്നത്. ഇടയിൽ ചില കുട്ടികൾ അവിടെ ചോദിക്കുന്നുണ്ട്. ഞാൻ സൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. PDF നോട്ട്സ് PDF അല്ല, ടെക്സ്റ്റ് ബുക്ക് ആണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. അതും ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിക്കുക. ടെക്സ്റ്റ് ബുക്ക് കമ്പൽസറി ആണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മൾക്ക് വാങ്ങിക്കേണ്ടത്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ പറയും ടെക്സ്റ്റ് ബുക്ക് വേണമെന്ന് അവർ തന്നെ പറയും. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ പറയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹാപ്പി ആയോ?
അതിന്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ സാർ പറയും. എബ്രോഡ് സർട്ടിഫിക്കറ്റും ഉണ്ടല്ലോ ഇതിനൊപ്പം. ഉണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, സർട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആധികാരികമായി സംസാരിക്കാനാണ് സാർ വരുന്നത്. അപ്പൊ സാറിന് പറയണ്ടേ? സാർ പറയുമ്പോ നിങ്ങൾക്ക് അത് വ്യക്തമായി കേൾക്കാം, മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങൾ ഹാപ്പിയാണോ എല്ലാവരും? ടെക്സ്റ്റ് ബുക്ക് പഴയ സിലബസ് തന്നെയാന്ന് ചോദിച്ചാൽ അത് ക്ലിയർ ആയില്ല. പഴയ സിലബസ് തന്നെയാന്ന് ചോദിച്ചാൽ പഴയ സിലബസ് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്കത് ക്ലിയർ ആയില്ല ക്വസ്റ്റ്യൻ. ഓക്കെ, ബാക്കി ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലേ? 2 കൊല്ലം മുമ്പോ പഠിച്ച ആളാണോ? 2 കൊല്ലം മുമ്പ് ഇവിടെ സ്മാർട്ട് സിറ്റി പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിനി ക്ലാസ്സുകളിൽ കാണാം. അപ്പൊ ഇല്ലെങ്കിലും എന്നെ ഇടയ്ക്ക് വിളിച്ചാലും ഞാൻ വരാം. എന്റെ ടൈം ടേബിളിൽ എന്റെ അവിടെ ഇല്ലായെങ്കിലും ഫ്രണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? സിലബസ് മാറിയിട്ടില്ല. ഇവിടെ പഠിച്ചത് ആളാണോ എന്ന് ചോദിച്ചത്. യെസ്, അപ്പൊ സിലബസ് മാറിയിട്ടില്ല, സെയിം സിലബസ് ആണ്. പക്ഷെ എങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് തന്നെ വേണമെന്ന് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട്. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചാൽ ക്ഷണിച്ചാൽ ഞാൻ വരും. അവർ ഇല്ലായെങ്കിൽ ഓക്കെ, നമുക്ക് അവിടെ കാണാം. അപ്പൊ വൺസ് അഗൈൻ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അവർ നല്ല കരിയർ ഡെവലപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ പറ്റുന്ന രീതിയിലെല്ലാം സ്മാർട്ട് സിറ്റി നിങ്ങളോടൊപ്പം ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ അല്ലേ? Thank you. താങ്ക് യു. Thank you, madam. Thank you, madam. Thank you. Thank you, madam. Thank you, madam. Thank you. Bye.